അപൂർവങ്ങളിൽ അത്യപൂർവമായ ജീവിതം നയിച്ച ഒരു മഹാമനുഷ്യൻ്റെ, മഹാവിപ്ലവകാരിയുടെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച മനുഷ്യരാണ് ഞാനും നിങ്ങളും. ഏണസ്റ്റോ ചെഗുവേരയുടെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞവരല്ല നമ്മുടെ തലമുറ. കൊലക്കേറിൻ്റെ മുമ്പിൽ ഇൻകുലാബ് വിളിച്ച് രക്തസാക്ഷിത്വം ഭരിച്ച ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വം വായിച്ചറിവുള്ളവർ മാത്രം നമ്മൾ. സർദാർ ഉദ്ധം സിംഗ് ചരിത്രത്തിലെ പോരാളിയാണ്, വായനയിലെ അറിവ് മാത്രമെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഞാൻ ഈ പരാമർശിച്ച, ഇനിയും പരാമർശിക്കാനുള്ള രക്തസാക്ഷികളുടെ രാജകുമാരന്മാരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ലോകമെങ്ങുമുള്ള രാഷ്ട്രീയത്തിൽ അടിമകളുടെയും സാധാരണക്കാരൻ്റെയും വിമോചനത്തിന് വേണ്ടി, മെച്ചപ്പെട്ടൊരു ലോകത്തിന് വേണ്ടി കിനാവ് കണ്ട് പൊരുതി മരിച്ച് സ്വന്തം ജീവിതം സംബന്ധിച്ച മഹാരക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവിതം നേരിൽ കാണാൻ ഇന്നിതാ ഇവിടെ ഈ വൈകുന്നേരത്ത് അദ്ദേഹത്തിന്റെ ബലികുടീരത്തിനരികിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിരിക്കുന്നു. ഭഗത് സിംഗിന്റെയും സഖാവ് ഏണസ്റ്റോ ചെഗുവേരയുടെയും ഉദ്ധം സിംഗിന്റെയും എല്ലാം ശവകുടീരത്തിനരികിൽ നിൽക്കുന്നത് പോലെ ഇവിടെ നമ്മൾ നിൽക്കുന്നു. കാലം സഖാവ് പുഷ്പന്റെ ഈ ബലികുടീരത്തിന്റെ ശവകുടീരത്തിന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞു സഖാവ് പുഷ്പനെ കുറിച്ച്. സഖാവ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു, പുഷ്പൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മനസ്സുകൊണ്ടെന്ന്. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ പാഠം വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ് പുഷ്പന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാൻ. അതെന്താണ്? സഖാവ് പുഷ്പൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും ചലനങ്ങളെയും എല്ലാം മനസ്സിലാക്കിയിരുന്നത്, അതിന് പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ടെലിവിഷൻ വാർത്തകളെയാണ്, ചാനലുകളെയാണ്. ടെലിവിഷൻ വാർത്തകളെ ആശ്രയിച്ച സഖാവ് പുഷ്പൻ പക്ഷെ ഒരിക്കൽ പോലും ആ ടെലിവിഷൻ ചാനലുകൾ, വലതുപക്ഷ ചാനലൊഴുക്കിയ ചതിക്കുഴിയിൽ മനസ്സുകൊണ്ടൊന്ന് പതറി വീഴില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കൗതുകകരമായ കാര്യമാണ്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സുലഞ്ഞില്ല. അടിയുറച്ച കമ്മ്യൂണിസ്റ്റായി, ഉറച്ച മനസ്സും തളർന്ന ശരീരവുമായി 29 വർഷവും 10 മാസവും നമ്മുടെ മുൻപിൽ കടന്നുപോയി. ഇനി വരുന്ന തലമുറ ഇവിടെ എത്തും. ഈ മഹാനായ മനുഷ്യന്റെ, വിപ്ലവകാരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ അവർ മുദ്രാവാക്യം വിളിക്കും. അദ്ദേഹം നടന്ന വഴിയെ കൂടുതൽ കൂടുതൽ കാതങ്ങൾ താണ്ടി ശിരസുയർത്തിപ്പിടിച്ച് ഇനി വരും തലമുറയും യാത്ര ചെയ്യും. ഒരു കാര്യം ഉറപ്പ്, നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ 1990കളുടെ തുടക്കത്തിൽ രാജ്യം സാക്ഷിയായ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച മഹാപ്രക്ഷോഭങ്ങൾ പലതരത്തിൽ ഇന്ന് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ പ്രക്ഷോഭം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ സഖാവ് പുഷ്പനും അതോടൊപ്പം തന്നെ രാജീവനും റോഷനും ബാബുവും മധുവുമെല്ലാം ശുഭലാലുമെല്ലാം തുടങ്ങി വെച്ച ആ നവ ഉദാരവൽക്കരണ നയത്തിനെതിരായ മഹാപോരാട്ടം ഇനിയും കൂടുതൽ കൂടുതൽ താണ്ടാൻ കാതങ്ങൾ ബാക്കിയിരിക്കുന്നു. ആ പോരാട്ടത്തിലൊക്കെയും സഖാവ് പുഷ്പൻ എന്ന ഈ അനശ്വരനായ വിപ്ലവകാരി നമ്മളുടെ മനസ്സിൽ ഊർജമായി ഉണ്ടാകും. രാജ്യത്തെങ്ങുമുള്ള യുവജന പ്രക്ഷോഭങ്ങൾക്ക് പുഷ്പൻ എന്നും വഴികാട്ടിയാകും. ഈ ഉറച്ച കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം വരും കാലത്തെ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകമായി മാറും എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ സഖാവ് പുഷ്പന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.